ബംഗ്ലാദേശ് ഹിന്ദു സന്യാസി ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളുന്നത് ഇത് മൂന്നാം തവണയാണ്. ചിറ്റഗോങ് ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഇതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കോടതി പരിസരത്ത് ഉയർന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, ബംഗ്ലാദേശിൽ ന്യായവും നീതിയുമില്ലെന്നോ? കൃഷ്ണരാജെ, അതുതന്നെയാണ്. അതായത് ന്യായവും നീതിയും ഒരിക്കലും ഹൈന്ദവ സമൂഹത്തിനും ന്യൂനപക്ഷങ്ങൾക്കും അവിടെ ലഭിക്കത്തില്ല എന്ന ഒരിക്കൽ കൂടി ബോധ്യപ്പെടുന്ന സംഭവമാണ് ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 39 ദിവസമായി ചിറ്റഗോങ്ങിലെ ജയിലിൽ തുടരുകയാണ് ആചാര്യ കൃഷ്ണദാസ് പ്രഭു. അദ്ദേഹം ബംഗ്ലാദേശിലെ ഏറ്റവും മുതിർന്ന ഹൈന്ദവ സന്യാസിയും മുഴുവൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഇസ്കോണിൻ്റെ ഏറ്റവും പ്രമുഖ സന്യാസിയാണ് ആചാര്യ കൃഷ്ണദാസ് പ്രഭു. അദ്ദേഹം 39 ദിവസമായി ജയിലിൽ കഴിയുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ചിറ്റഗോങ്ങിലെ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ വീണ്ടും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഇത് മൂന്നാം തവണയാണ് ആചാര്യ കൃഷ്ണദാസ് പ്രഭുവിൻ്റെ ജാമ്യാപേക്ഷ ചിറ്റഗോങ് ഹൈക്കോടതി തള്ളുന്നത്. നേരത്തെ നമുക്കറിയാം 25-ാം തീയതി നവംബർ 25-നാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ പതാകയോട് അനാദരവ് കാട്ടി എന്ന് ആരോപിച്ചുകൊണ്ട് ദേശവിരുദ്ധ കേസ് ചുമത്തി ആചാര്യ കൃഷ്ണദാസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റിന് ശേഷം പിന്നീട് ഇസ്കോണിൻ്റെ നിരവധി സന്യാസിമാരെ ബംഗ്ലാദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അറസ്റ്റ് ചെയ്തു. ഇവർക്കാർക്കും മോചനം ലഭ്യമായിട്ടില്ല. ഇസ്ലാമിസ്റ്റുകൾ ഭരണകൂടത്തെയും നിലവിൽ അധികാരത്തിലിരിക്കുന്ന മുഹമ്മദ് യൂനിസിന്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന വിമർശനം വളരെ ശക്തമാണ്. അതിൻ്റെ കൃത്യമായ തെളിവുകൾ നിരവധിയായ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ജുഡീഷ്യറിയെ കൂടി ഇസ്ലാമിക ഭീകരശക്തികൾ ബംഗ്ലാദേശിൽ കയ്യിലെടുത്തിരിക്കുകയാണ് എന്ന ആരോപണം വളരെ ശക്തമാകുന്നു. ഈ കോടതിക്ക് പുറത്ത്, ചിറ്റഗോങ്ങിലെ കോടതിക്ക് പുറത്ത് വലിയ പ്രതിഷേധം ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും തുടരുകയാണ്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.